കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. ഓക്കെ. ഞാൻ ജസ്റ്റ് നാട്ടിൽ നിന്നാണ്, ജസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് മുമ്പ് ഒരു കാര്യം ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് ചോദിക്കാനാണ് പറഞ്ഞു. കുറച്ച് ഒരു 5 months വരെ 6 months ബാക്ക് ഒരു കാര്യം ചോദിച്ചു. എന്ന് വെച്ചാൽ ഖുറാനെ കുറിച്ച് ചോദിക്കുന്നത്. അന്ന ക്ലാസ്സിൽ ശരിക്ക് പിന്നെ ഉസ്താദ് പറഞ്ഞു, ശരിക്കും ഖുറാൻ ശരിക്കും നമ്മൾ സാധാരണക്കാർ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഉസ്താദുമാർ പഠിച്ചു പറഞ്ഞത് സാധാരണക്കാരെ പഠിക്കുന്നത് ശരിയല്ല, അല്ലെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ വേറെയുള്ളവർ പറഞ്ഞ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ അതിനെക്കുറിച്ചുള്ള സംശയം ചോദിക്കാൻ. അപ്പൊ നമ്മൾ ശരിക്കും ഇന്നും അതേ ആ കാര്യത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? ഖുറാൻ നമ്മൾ സാധാരണക്കാർ പഠിക്കേണ്ട ആവശ്യമില്ല, അത് പഠിച്ചാൽ മനസ്സിലാവില്ല എന്ന് തന്നെയാണോ? അതോ ശരിക്കും നമ്മൾ സാധാരണക്കാർ ഖുറാൻ തഫ്സീർ പഠിക്കണം എന്നാണ് ഉസ്താദ് പറയുന്നത്? അതിനെക്കുറിച്ച് ഒന്നും ക്ഷണിച്ചു തിരക്കിടില്ല. ഞാൻ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അതേപോലെ സുബൈക്ക് ക്ലാസ് വന്ന സമയത്ത് പിന്നെ ഞാൻ ടെസ്റ്റ് ഒരിക്കലും മറുപടി പറയുന്നത്, കാരണം ടെസ്റ്റ് പഠിച്ചേക്ക് മറുപടി പറഞ്ഞ ഒരിക്കലും ക്ലാസ് നീങ്ങില്ല. പല ആളുകളും പല ടെസ്റ്റ് ആര് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ഓക്കെ പെട്ടെന്ന് ഓർമ്മയില്ല, കുറച്ച് മുമ്പാണ്. പിന്നെ സക്കി ഉസ്താദ്, കറക്റ്റ് സക്കി ഉസ്താദ് എന്റെ ഓർമ്മ. സക്കി ഉസ്താദ് അന്ന് പറഞ്ഞത് ശരിക്കും അതിന്റെ ആവശ്യമില്ല. ഞാൻ അന്ന് മറ്റേ ഇയാൾ മൈക്കിൽ വന്നിരുന്നു. കേട്ടു. അതുപോലെ നമ്മൾ ശരിക്കും പ്രമാണങ്ങൾ ഖുറാൻ തന്നെ, ഖുറാനുമാണ്, ഹദീസ് തന്നെയാണ്. ഖുറാൻ നമുക്ക് ഫോളോ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഓക്കെ കറക്റ്റ്, അതാണ് ശരി പറഞ്ഞാൽ ശരി. ടെസ്റ്റ് ഒരിക്കലും മറുപടി വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമുക്ക് ഖുറാൻ ശരിക്കും റമളാൻ മാസമാണ്. ഖുറാൻ പഠിക്കുന്നതിനെ കുറിച്ച് ശരിക്കും താങ്കളുടെ അഭിപ്രായം, ഖുറാൻ നമ്മൾ പഠിക്കാൻ വേണ്ടത് അതോ ശരിക്കും സാധാരണക്കാർ ഖുറാൻ ഫോളോ ചെയ്യാൻ വേണ്ടത്, കഴിയുന്നത്ര തഫ്സീറോടുകൂടി അർത്ഥത്തോടുകൂടി പഠിക്കാണ് വേണ്ടത്? വിഷയം ഉസ്താദ് വിശദീകരിക്കാം. മൈക്കൂർ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്ത് ത്വാലിബുൽ ഇൽമ്, സംതിങ് മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ വിഷയത്തിന് സന്നിഹിതൻ ആയിരുന്നില്ല. കാരണം സക്കി ഉസ്താദ് അങ്ങനെ ഒരിക്കലും മറുപടി പറയില്ല. കാരണം സക്കി ഉസ്താദിനെ എനിക്ക് നന്നായിട്ട് അറിയാലോ. സക്കി ഉസ്താദിനെ കാണാൻ കുറെ കാലമായില്ലേ തുടങ്ങിയിട്ട്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ട്രബിൾ ആയിരിക്കാം, എന്തെങ്കിലും മനസ്സിലാക്കിയെടുത്ത്. ഏതായാലും അതിന്റെ വിഷയം ഞാൻ പറഞ്ഞുതരാം. സക്കി ഉസ്താദ് അത് പറയില്ല. സക്കി ഉസ്താദ് ഒരിക്കലും സാധാരണക്കാർ ഖുർആൻ പഠിക്കേണ്ടതില്ല എന്ന് ഒരിക്കലും സക്കി ഉസ്താദ് പറയില്ല എന്നല്ല. ഒരു ഉസ്താദും SGVയിലുള്ള ഒരു ഉസ്താദും അങ്ങനെ പറയില്ല. അത് മനസ്സിലാക്കിയെടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന്റെ യാഥാർത്ഥ്യം ആ ദിവസം എന്ത് നടന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. വിഷയത്തിലേക്ക് വരാം. ഫാത്തിഹ ഒരു മുസ്ലിമിന് നിർബന്ധ ഘടകമാണ്. വെയിറ്റ്, കൈ താഴ്ത്തിക്കൊള്ളൂ. ത്വാലിബുൽ ഇൽമ്, നിങ്ങൾക്കാണ് മൈക്ക്, നിങ്ങൾക്ക് തരും. കൈ താഴ്ത്തിക്കൊള്ളൂ. നിങ്ങൾക്കാണ്, ത്വാലിബുൽ ഇൽമിനാണ് മൈക്ക് ഞാൻ എടുത്ത് തരിക. അതുകൊണ്ട് കൈ താഴ്ത്തിക്കൊള്ളൂ. ത്വാലിബുൽ ഇൽമല്ലാത്ത ആർക്കെങ്കിലും മൈക്ക് വേണമെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ത്വാലിബുൽ ഇൽമിന്റെ വിഷയം കഴിഞ്ഞാലേ മറ്റൊരാൾക്ക് മൈക്ക് കൊടുക്കുള്ളൂ എന്നുള്ള അർത്ഥം. ഓക്കെ. ഫാത്തിഹ ഒരു മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധ ഘടകമാണ്. അത് പഠിക്കൽ നിർബന്ധമാണ്. ആ ഫാത്തിഹ ഒരു ലഹനും കൂടാതെ, ഒരു പിഴവും പാകപ്പിഴവും കൂടാതെ ഫാത്തിഹ പഠിക്കുക എന്നത്, ഖുർആനിൽ നിന്ന് ഫാത്തിഹ പഠിക്കുക എന്നത് നിർബന്ധമാണ്. എന്നാൽ ഫാത്തിഹയ്ക്ക് പുറമേയുള്ള ഖുർആനിന്റെ ഭാഗങ്ങൾ പഠിക്കൽ നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. നിർബന്ധമില്ല. ഫാത്തിഹ നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? ഫാത്തിഹ ഖുർആൻ നിസ്കാരത്തിന് ഓതൽ നിർബന്ധമായ ഘടകമാണ്. മനസ്സിലായില്ലേ? ഫാത്തിഹ ഓതൽ നിർബന്ധമായ ഘടകമാണ് നിസ്കാരത്തിൽ. എന്നാൽ ഫാത്തിഹ അല്ലാത്ത ഭാഗങ്ങൾ പഠിക്കൽ നിർബന്ധമില്ല, കണിശമായ നിർബന്ധമല്ല. ശരി, ഇനി അടുത്തത്, പരിശുദ്ധമായ ഖുർആൻ എല്ലാവരും പഠിക്കേണ്ടതാണ്. ഒരാളും അതിൽ നിന്ന് ഒഴിവാവാൻ പാടില്ല. ഇത് പറയുന്നത് നിർബന്ധ കാഴ്ചപ്പാടിലല്ല. ഒരാൾ ഖുർആൻ പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് നീ എന്തുകൊണ്ട് ഖുർആൻ പഠിച്ചില്ല എന്ന് ചോദിച്ച് മഹ്ശറയിൽ അവനെ ശിക്ഷിക്കപ്പെടില്ല. അത് നിർബന്ധമല്ല. മനസ്സിലായില്ലേ? ദെൻ നമ്മൾ മനസ്സിലാക്കുക, എന്നാൽ ഖുർആൻ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ,
എന്തിനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഖുർആൻ അതിന്റെ ആശയസഹിതം എല്ലാ മുസ്ലിമീങ്ങളും പഠിക്കേണ്ടതാണ്, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്, അതിന് എല്ലാ നിലക്കും അതിനെ പ്രോത്സാഹനം നൽകേണ്ടതാണ്. അതിലല്ല തർക്കം. പക്ഷെ പഠിക്കാൻ ഉപയോഗിക്കുന്ന സ്രോതസ്, അതിനെ അവർ മാനദണ്ഡമാക്കുന്നത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു സാധാരണക്കാരൻ ഖുർആനല്ലേ എന്ന് കരുതിയിട്ട് ചേകന്നൂരിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഒരു പരിഭാഷ എഴുതിയാൽ ആ പരിഭാഷ നോക്കി പഠിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ കേവലം അഖ്ലാനിയത്തിൽ അധിഷ്ഠിതമായ നമ്മളെ മറ്റേ ഈ അൽമനാർ ഉണ്ടല്ലോ, തഫ്സീറുൽ മനാർ, നമ്മളെ റഷീദുല്ലന്റെ തഫ്സീറുൽ മനാറിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഖുർആൻ പഠിക്കേണ്ടത്. കാരണം യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് പലരും പിഴച്ചു പോയിട്ടുണ്ട്. പലരും തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ജീവിതത്തിലൂടെ ഈമാൻ ഉൾക്കൊണ്ടവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുന്ന സ്രോതസ് നേരെയായിരിക്കണം. അല്ലെങ്കിൽ ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ സ്രോതസ് ശരിയായ സ്രോതസ്സിൽ നിന്നല്ല സ്വീകരിക്കുന്നത് എങ്കിൽ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായി പോകും. അതുകൊണ്ട് ഉസ്താദുമാര് പറയുന്നു, കേവല പരിഭാഷകൾ, ആരെങ്കിലും എഴുതിയ പരിഭാഷകൾ നോക്കി ഒരിക്കലും ഖുർആനിനെ വിലയിരുത്താൻ പാടില്ല, അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ അടിസ്ഥാനത്തിലാണ് പരിഭാഷയിൽ അധിഷ്ഠിതമായ പഠനം നടത്തരുത്. പക്ഷേ നല്ല ഒരു ഉസ്താദിന്റെ തർബിയത്തിലൂടെ, നല്ല ഒരു ഉസ്താദിന്റെ തഅലീമിലൂടെ പരിശുദ്ധമായ ഖുർആൻ എല്ലാവരും പഠിക്കേണ്ടതാണ്, പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആശയസഹിതം, അതിന്റെ വ്യാഖ്യാന സഹിതം അത് പഠിച്ച് പ്രാവർത്തികമാക്കാൻ ഓരോ മുഅ്മിനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ആ പറഞ്ഞതിന്റെ മീൻസ്. അല്ലാതെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്നോ പഠിക്കേണ്ടതില്ല എന്നോ അല്ല. മറിച്ച് പഠിക്കുന്ന സ്രോതസ്സിൽ നിന്നായിരിക്കണം പഠിക്കേണ്ടത്. ശരിയായ സ്രോതസ്സിൽ നിന്ന് ദീനുൽ ഇസ്ലാമും മനസ്സിലാക്കണം. അവിടുന്ന് തന്നെ പരിശുദ്ധമായ ഖുർആനും പഠിക്കണം. അല്ലാതെ കേവല എന്തിലേക്ക് പോകരുത്, പരിഭാഷ. ഇനി പരിഭാഷ വായിച്ചു, അപ്പൊ പറയാ പരിഭാഷ ഒരാൾ വായിച്ചു പഠിച്ചു നിൽക്കട്ടെ, ആ പരിഭാഷയാണെന്ന് ഖുർആനെന്ന് വിചാരിക്കരുത്. കാരണം പരിഭാഷ എന്നത് ഖുർആനുമായിട്ട് എന്താ അതിന്റെ ബന്ധം? അതിന് ബന്ധം എനിക്ക് പറയാൻ തന്നെ എന്റെ നാവിൽ ഒതുങ്ങൂല. അത്രയും ചെറിയ, വളരെ 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 ചെറിയ ബന്ധാണ് പരിശുദ്ധ ഖുർആനും അതിന്റെ പരിഭാഷയും തമ്മിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ബിസ്മി, ആ ബിസ്മിയുടെ പരിഭാഷക്കാരൻ എഴുതിയത് കരുണാനിധിയും കാരുണ്യവാനുമായ അള്ളാഹുവിന്റെ തിരുനാമധേയത്തിൽ ആരംഭിക്കുന്നു. മൂപ്പര പരിഭാഷ തീർന്നു. അതല്ല, എന്നാൽ തഫ്സീറുർ റാസി നോക്കി, എത്ര പേജുകളാണ് അതിന് ചെലവഴിച്ചിരിക്കുന്നത്. തഫ്സീറുർ റാസി ബഹുമാനപ്പെട്ട ബിസ്മിയുടെ ഈ ഒരൊറ്റ വ്യാഖ്യാനം പറയാൻ. അപ്പോ പരിഭാഷ ഖുർആനായിട്ടുള്ള ബന്ധം അതാണ്. അപ്പോ അതിനു പുറമെ ഈ പരിഭാഷയിൽ ഇല്ലാത്തൊരു വിഷയം ഒരു ഉസ്താദ് പറയുമ്പോ എന്താ പരിഭാഷയിലില്ലല്ലോ, ഞങ്ങൾ പരിഭാഷ നോക്കിയിരുന്നല്ലോ, ഇത് പറയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന വസ്തുത എന്താണ്? യഥാർത്ഥ പരിശുദ്ധമായ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം, ഒരു ക്യാപ്സ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സ്യൂൾ ഉള്ളിൽ കിടക്കുകയാണ്. ആ ക്യാപ്സ്യൂളിൽ വെച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതും അവർ ദീന് മനസ്സിലാക്കുന്നതും. അത് കടുത്ത തെറ്റായി പോകും. അത് ഗുണത്തിലേറെ ദോഷമായിരിക്കും ചെയ്യുക. അതുകൊണ്ട് പഠിക്കേണ്ട സ്രോതസ്സിൽ നിന്ന് നല്ല രൂപത്തിൽ നല്ല ഉസ്താദുമാരുടെ അവരുടെ വായകളിൽ നിന്ന് ആ ദീന് അഭ്യസിക്കുക, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക, അതിന്റെ ആശയം പഠിക്കുക, തഫ്സീർ പഠിക്കുക, എല്ലാം പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നല്ലാതെ ഖുർആൻ പഠിക്കണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷം ഉസ്താദ്, വളരെ നല്ല മറുപടിയാണ്. വളരെ സന്തോഷമായി. കാരണം എനിക്കാണ് ചിലപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോൾ തെറ്റിദ്ധാരണ പറ്റുമായിരിക്കാം. ഉസ്താദ് വളരെ വിശദീകരിച്ച് തന്നപ്പോഴേ വളരെ സന്തോഷം തോന്നി. കാരണം ഉസ്താദ് വളരെ ഫാത്ത് സുഹൃത്ത് തന്നെ വേണമെങ്കിൽ ശരിക്കും ഞാൻ ഉസ്താദ് പറഞ്ഞ പോലെ ആണെങ്കിൽ പേജുകളോളമാണ്, പുസ്തകം മാത്രം എഴുതാൻ മാത്രമേ എനിക്കറിയാം.
അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. വളരെ സാധാരണ അത് ബിസ്മി പറഞ്ഞ പോലെ ബിസ്മിയുടെ അർത്ഥം വളരെ എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട് ആ തുടരുന്ന ഭാഗമൊന്നും അതിലില്ല. അത് വളരെ ശരിയാണ്. നമ്മൾ ഒരിക്കലും മലയാളത്തെ തഫ്സീർ ചെയ്താൽ അല്ലെങ്കിൽ മലയാളത്തിൽ വിശദീകരണം ചെയ്താൽ ഒരിക്കലും അത് പൂർണ്ണമാവില്ല. മുമ്പ് തന്നെ ഞാൻ ഹറമിൽ ഒരു പ്രാവശ്യം പോയ ഒരാൾ വേറെ അനുഭവം പറഞ്ഞു, ഞാനത് പങ്കുവെക്കാണ്. അദ്ദേഹം ഒരു പാകിസ്ഥാനിയാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ശരിക്ക് നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം, ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ തേനുണ്ട്. ഈ തേന് ശരിക്കും അള്ളാഹു നമ്മുടെ നാട്ടിൽ തന്നൊരു മരുന്നാണ്. അതേപോലെ മറ്റു നാട്ടുകാർ നമ്മുടെ നാട്ടിൽ വരുന്ന രോഗത്തിനുള്ള മരുന്നാണ് തേൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ തേന് ചിലപ്പോൾ മറ്റുള്ള നാട്ടിലൊരു മരുന്നായിരിക്കണമെന്നില്ല. അതേപോലെ നമുക്ക് കാരക്കൊന്നും ജീവിക്കാൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് കഴിയില്ല. ആ അറബ് നാട്ടിൽ കാരൊക്കെ ഉപയോഗിക്കുന്നവരെ നമുക്ക് ഒരിക്കലും അതൊന്നും ജീവിക്കാൻ കഴിയില്ല. കഴിയുമായിരിക്കും, പക്ഷെ നമുക്ക് ആ ചോറ് തന്നെ വേണം. അതേപോലെ തേന്, ഇതേപോലെ മറ്റു ഭക്ഷണങ്ങൾ. അതേപോലെ ആ ഉദാഹരണം ഞാൻ ഖുറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഖുറാൻ ശരിക്കും നമുക്ക് മലയാളീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിന്റെ ആശയം ഉൾക്കൊള്ളാൻ കഴിയില്ല. പൂർണ്ണമായിട്ട് ഒരിക്കലും നമുക്കതിന്റെ ആശയങ്ങൾ, ആ വ്യക്തമായിട്ടുള്ള ആശയങ്ങൾ ചിലപ്പോൾ തഫ്സീറിന് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഉസ്താദ് പറഞ്ഞ പോലെ അത് പഠിക്കാൻ ശ്രമിക്കുന്നേ വേണം. അവർക്ക് വളരെ തൃപ്തിയുടെ ആൻസറിൽ അന്ന് ഞാൻ ശരിക്കും തെറ്റിദ്ധരിച്ചായിരിക്കാം മയക്കിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ശരിക്ക് വേറൊരു ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ ശരിക്ക് ആ വിഷയമായിട്ട് അതൊരു സമയം ഉണ്ടായത്, പക്ഷെ വേണം ചർച്ച ചെയ്യാം. അത് സൂറത്ത് ഉസ്താദ് പറഞ്ഞ ശരിക്കും തഫ്സീൽ കാണുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ആ സൂറത്ത് ഞാൻ മൈക്കിട്ട് ജസ്റ്റ് അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മൈക്കിൽ വരാമെന്നാണ്. സൂറത്ത് അടുത്ത പേജ് തന്നെ അതാണ്. അൽഹംദുലില്ലാഹ് ഖുർആൻ തുറന്നപ്പോൾ കിട്ടിയ പേജ് തന്നെ അതാണ്. സൂറത്ത് അൻആമില് അവസാനത്തെ ഒരു ആയത്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ തന്നെ ഒരു സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന തഫ്സീറിൽ തന്നെ ശരിക്കും ഒരു തെറ്റ് കാണാം. ആ സൂറത്ത് അൻആമില് 152 ആയത്താണ്. ഞാനൊന്ന് ടെസ്റ്റ് എടുക്കാം, എന്നിട്ട് ഉസ്താദ് അതിന്റെ വിശദീകരണം പറഞ്ഞു നോക്കാം. ആ തഫ്സീറിലെ തെറ്റ് തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ആർക്കും ധൃതിയില്ലെങ്കിൽ ഞാൻ ആ ഭാഗം ശ്രദ്ധിക്കും. സൂറത്ത് അൻആമില് ഞാൻ ടെസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. തഫ്സീറിൽ തെറ്റ് കാണുന്ന ഭാഗം കാണിച്ചു തരുവാണ്. അത് ശരിക്കും ആ തെറ്റ് വരാൻ കാരണം ഒരേ വാക്കിന് തന്നെ അർത്ഥം വരുന്നതുകൊണ്ടാണ്. പുസ്തകം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആ വിഷയത്തിൽ. ഓക്കെ, 152 ടെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. അല്ല പ്ലീസ് ക്ഷമിക്കുക എല്ലാവരും. ചില മുസാഫ് നമ്പർ മാറ്റുണ്ട്. 52 ഇതിൽ കാണുന്നത്. കിട്ടി 51 നെറ്റിൽ കാണുന്നത്, ഖുർആനിൽ 52. ചിലപ്പോൾ സൂറത്ത് നിസായിലൊക്കെ അങ്ങനെ കാണാം, ആയത്ത് നമ്പർ മാറ്റം ഉണ്ടാവും. ഞാൻ ഈ ആയത്ത് ടെസ്റ്റ് അടിച്ചാൽ ഉസ്താദ് എന്നിട്ട് അതിന്റെ തഫ്സീർ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക. എവിടെ തെറ്റ് വന്ന് നോക്കിക്കളയാം. ഉസ്താദ് ക്ഷമിക്കുക, ഉസ്താദിന് ഒരിക്കലും ടെസ്റ്റ് ചെയ്യല്ല. ഞാൻ ആ ഉസ്താദ് പറഞ്ഞ പോയിന്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് സൂറത്ത് അൻആമിൽ 151 ആയത്താണ്. ഖുൽ തആലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ തആലു അത്തുൽ മാ ഹറമ റബ്ബുക്കും അലൈക്കും. ഇത് ഈ ആയത്ത് ഞാൻ അതിന്റെ തഫ്സീർ പറയുന്നില്ല. ഉസ്താദ് ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് ഒന്ന് പറയാൻ ശ്രമിച്ചോളൂ. ഞാൻ വായിക്കുള്ളൂ. ഉസ്താദ് ഒരിക്കലും ഉസ്താദിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പരിഭാഷയിൽ വരുന്നൊരു ചെറിയ മിസ്റ്റേക്ക് പിന്നെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആയത്തിൽ കോട്ട് ചെയ്തത്. ഉസ്താദ് ഒന്ന് നോക്കിയിട്ട് സാവധാനത്തിൽ ഞാൻ സമയമെടുത്ത പോലെ തന്നെ ഉസ്താദ് ആയത്തിൽ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എവിടെയാണ് തഫ്സീറിൽ വിശദീകരണം അല്ലെങ്കിൽ എവിടെയാണ് ശരിക്കുള്ള തെറ്റുവെന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളൂ. വൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്താണ് അതില് സുഹൃത്ത് തെറ്റായിട്ട് കണ്ടത് എന്ന് പറഞ്ഞില്ല. എന്നാലല്ലേ എനിക്ക് എന്താണ് അതിന്റെ ശരിയെന്ന് പറയണമെങ്കിൽ സുഹൃത്ത് അതിലുള്ള തെറ്റ് സുഹൃത്ത് എന്താണ് അതെ, ഈ ആയത്തിൽ പരിഭാഷക്കാരൻ കൊടുത്തിരിക്കുന്ന തെറ്റെന്താണ് എന്ന് സുഹൃത്ത് ഏത് പരിഭാഷയാണ് നോക്കുന്നത് എന്നും ആ പരിഭാഷയിൽ എന്താണ് പരിഭാഷക്കാരൻ പറഞ്ഞത് എന്ന് അറിഞ്ഞാലല്ലേ അത് തെറ്റാണോ അത് ശരിയാണോ എന്ന് പറയാൻ കഴിയൂ ത്വാലിബുൽ ഇൽം. അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്ന ആ ഏത് പരിഭാഷയാണോ നിങ്ങൾ ഇപ്പോൾ അടിസ്ഥാനപ്പെടുത്തി വായിക്കാൻ ശ്രമിക്കുന്നത് അത് വായിക്കൂ. അതിനുശേഷം അതിൽ തെറ്റുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്യാവുന്നതാണ്. സുഹൃത്ത് അത് വായിച്ചോളൂ. അസ്സലാമു അലൈക്കും. ആ തഫ്സീർ എന്റെ കയ്യിലില്ല. ഞാൻ ആ ആശയം എനിക്ക് അറിയാൻ പറഞ്ഞുതരാം. ശരിക്കും അവിടെ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുതരാണെങ്കിൽ അപ്പോൾ ശരിക്കും വിഷയം മനസ്സിലാവും. ഞാൻ അങ്ങനെ പറയാൻ നേരത്തെ പറയാൻ കാരണം ഈ ഇതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ ശ്രദ്ധിക്കുക.
ശരി, ഞാൻ ശരിക്കും ഒരിക്കലും അന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അറബ് പണ്ഡിതനല്ല, അറബ് വളരെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ അടുത്ത് തെറ്റ് വരുന്നതിന്റെ ആരും ശ്രദ്ധിക്കും. പക്ഷെ ആ തഫ്സീർ കൊടുത്ത അർത്ഥം എനിക്കറിയാം, അത് തെറ്റാതെ പറയും. പിന്നീട് എനിക്ക് മനസ്സിലായത് അതിന്റെ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അർത്ഥം പറയാം, കുൽ തഅലു നിങ്ങൾ വരിക, കുൽ നബിയെ നിങ്ങൾ പറയുക, തഅലു താങ്കൾ നിങ്ങൾ വരുവോ, അതുൽ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, മാ ഹറമ റബ്ബുക്കും. ആ തഫ്സീർ പറഞ്ഞ അർത്ഥം ആദ്യം പറയാം. മാ ഹറമ റബ്ബുക്കും, അള്ളാഹു എന്താണ് നിഷിദ്ധമാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അലാ തുശ്രികു ബില്ലാ, നിങ്ങൾ ഒരിക്കലും അലാ തുശ്രികു ബിഹി ഷൈഅൻ, നിങ്ങൾ ഒന്നും പങ്കു ചേർക്കരുത്. നിങ്ങൾക്ക് എന്താണ് ഹറാമാക്കിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കരുത്, അവനെ കൊണ്ട് ഒന്നും പങ്കു ചേർക്കരുത്. വബിൽ വാലിദിന ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും വേണം എന്ന് അള്ളാഹു നിഷിദ്ധമാക്കി അർത്ഥം വരും. നമ്മൾ ആദ്യം മാ ഹറമ റബ്ബുക്കും, നിങ്ങൾ എന്താണ് നിഷിദ്ധമാക്കി എന്ന് പറയുകയാണെങ്കിൽ ഈ ശിർക്ക് ചെയ്യാൻ പാടില്ല, അതേപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ പാടില്ല എന്ന് നിഷിദ്ധമാക്കി അർത്ഥം വരും. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കുൽ നബിയെ താങ്കൾ പറയുക, തആലു നിങ്ങൾ വരിക, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, മാ ഹറമ റബ്ബുക്കും, അള്ളാഹു എന്താണ്, റബ്ബ് എന്താണ് നിഷിദ്ധമാക്കിയത് എന്ന്. അലൈക്കും നിങ്ങളുടെ മേൽ, അലാ തുശ്രികു ബിഹി ഷൈഅൻ, നിങ്ങൾ അവനെ കൊണ്ട് ഒന്നും ശിർക്ക് ചെയ്യരുത്. പിന്നെ വബിൽ വാലിദിന ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യല് പാടില്ല എന്നും ഞാൻ നിഷിദ്ധമാക്കി അർത്ഥം വരും. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാക്കിൻ, അത് നിങ്ങൾ മക്കളെ കൊല്ലരുതെന്ന വിഷയം. അപ്പൊ ഈ തുടക്ക ഭാഗത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹറമ എന്ന വാക്കിന്റെ രണ്ട് അർത്ഥമുണ്ട്, ഉസ്താദിന് അറിയുന്നതാണ്. പിന്നെ ഹറമ എന്ന് പവിത്രമാക്കുന്ന അർത്ഥമുണ്ട്, അതേപോലെ നിഷിദ്ധമാക്കി. ഇവിടെ പവിത്രമാക്കുന്ന അർത്ഥം കൊടുത്താൽ വിഷയം ശരിയായി. പവിത്രമാക്കുന്ന അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ അർത്ഥം കൊടുത്ത് പറഞ്ഞാൽ ഹറമിന്റെ മസ്ജിദുൽ ഹറാം എന്ന അർത്ഥം പോലെ പവിത്രമായ പള്ളി എന്ന അർത്ഥത്തിൽ തഫ്സീറോടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമാണ് ഈ ഭാഗം ഉസ്താദ് വളരെ നന്നായി, അൽഹംദുലില്ലാ. ഈ ഭാഗത്തിൽ എന്താണ് എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ കഴിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞെനിക്ക് അറിയില്ല. മുഹമ്മദ് റബ്ബുക്കും കിതാബ് അൻസലല്ലാഹു അലാ അൻ ലാ തുശ്രികു ഷൈഅൻ വഅൻ ലാ തുശ്രികു ബി ഔ അൻ ലാ തുശ്രികു ബി ഷൈഅൻ വൽ അവസാൻ വതഖ്തുലു ഔലാദകും വബിൽ വാലിദിന ഇഹ്സാൻ. ഇവിടെ അങ്ങനെ തന്നെ കൊടുത്ത് ഈ തഫ്സീൽ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്, ഉസ്താദ് വിശദീകരിച്ച തിരക്കല്ല. അപ്പൊ ശരിക്കും ഈ വാക്കിന് രണ്ടാമത്തെ അർത്ഥം കൊടുത്താൽ ശരിയാവുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്ജിദുൽ ഹറാം എന്നാൽ പവിത്രമായ പള്ളി എന്ന അർത്ഥത്തിനല്ല, അവിടെ ഹറാമായ പള്ളിയാണ്. ഹറാം മീൻസ് അവിടെയുള്ള മരങ്ങളും അവിടെയുള്ള വസ്തുക്കളും അവിടെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്യൽ അനുവദനീയമായ കാര്യങ്ങൾ പോലും അവിടെ ഹറാമാണ്. മനസ്സിലാക്കണം, മസ്ജിദുൽ ഹറാമിന് അവിടെ മറ്റുള്ള സ്ഥലങ്ങളിൽ അതിന് പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അവിടെ ഹറാമാണ്. അതുകൊണ്ടാണ് ഇതിന് ഹറാം എന്ന പ്രയോഗം ഉപയോഗിച്ചത്. ഏതായാലും ആയത്തിലേക്ക് വരാം, ഞാൻ ശരിക്കും ശ്രദ്ധിക്കുക. ഉൽ നബിയെ നിങ്ങൾ പറയുക, തആലൗ നിങ്ങൾ വരുവീൻ, അത്ലു ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം, മനസ്സിലാക്കി തരാം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മാ ഒരു കാര്യത്തിന്, ഹറമ റബ്ബുക്കും അലൈക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ ഹറാമാക്കിയ അഥവാ നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുതെന്നതാണ് അത്. മനസ്സിലായില്ലേ? എന്താണത്? നിഷിദ്ധമാക്കിയ കാര്യം എന്താണ്? അള്ളാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇനി അത്ലു മലക്കാണ്, അത്ലു ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്ത്? ബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വലാ തഖ്തുലു, നിങ്ങൾ കൊലപ്പെടുത്തരുതേ, ഔലാദക്കും നിങ്ങളുടെ മക്കളെ, മിൻ ഇംലാഖ് ദാരിദ്ര്യം ഭയപ്പെട്ടത് കൊണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ നേരെ അല്ലാ തുശ്രികൂ ബിഹിമലേക്ക് കൊടുത്തുകൊണ്ടാണ് അതുലുമ
അതുൽ അവിടത്തേക്കാണ് കൊടുക്കേണ്ടത്. അതിന്റെ മഫ്ഊലുമ്മലേക്കാണ് ഇതിനെന്ത് ചെയ്യേണ്ടത്, അത്ഫ് ചെയ്യേണ്ടത്. അറബിയിൽ അങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, നിങ്ങൾ വരുവീൻ. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത് എന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മിൻ ഇംലാഖിൻ, മനസ്സിലായില്ലേ? മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട്. നഹ്നു നർസുഖുക്കും, നാമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വ ഇയ്യാഹും, അവർക്കും നാമാണ് ഭക്ഷണം നൽകുന്നത്. വലാ തഖറബുൽ ഫവാഹിഷ, മോശത്തരമായ തമ്മാടിത്തപരമായ പരിപാടികളോട് നിങ്ങൾ അടുക്കാനേ പാടില്ല. മാ ലഹറ മിൻഹ വമാ ബതൻ, അത് ഒളിഞ്ഞതും തെളിഞ്ഞതും മറഞ്ഞതുമായ ഒരു തിന്മയോടും നിങ്ങൾ അടുക്കാൻ പാടില്ല. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെയും നിങ്ങൾ കൊലപ്പെടുത്താൻ പാടില്ല. ഇല്ലാ ബിൽ ഹഖ്, അനാവശ്യമായി, ആവശ്യം കൂടാതെ അനാവശ്യമായി കൊലപ്പെടുത്താൻ പാടില്ല. ഹഖ് കൂടാതെ, അഥവാ ഹക്ക് കൂടാതെ എന്ന് പറഞ്ഞാൽ അത് കൊല്ലാനുള്ള ചില കാരണങ്ങളുണ്ട്. അഥവാ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അവനെ കൊലപ്പെടുത്താം, അത് ഖിസാസായിട്ട് കൊല്ലേണ്ടവരാര് എന്നൊക്കെയുള്ള മറ്റൊരു ചർച്ചയാണ്. അങ്ങനെ ഹക്ക് കൂടാതെ നിങ്ങൾ കൊലപ്പെടുത്താൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ മാന. അപ്പോ ഇവിടെ വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹു ഹറാമാക്കിയ ഒന്നിലേക്കല്ല, അതുമലേക്കല്ല കൊടുക്കേണ്ടത്, മറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നാണ് ആ പറഞ്ഞതിന്റെ വായന. അല്ലാതെ അത് അള്ളാഹു ഹറാമാക്കിയ വിഷയത്തിൽ പെടുന്നതല്ല. മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, ജസാഖല്ലാഹു ഖൈറൻ ഉസ്താദ്. ഇപ്പൊ മനസ്സിലാക്കില്ല, നമ്മൾ ശരിക്കും ചില ആയത്തുകൾ ഇതേപോലെ നമ്മൾ ശരിക്കും ആ ഒരു പിന്നെ എന്താ പറയാ, ആ നിർത്തി ഓതുന്ന ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ ഉസ്താദ് വിശദീകരിച്ചു. ശരി, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ തഫ്സീർ കൊടുത്ത അർത്ഥം തന്നെ ശരി. ഞാൻ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നാണ്. ഇങ്ങനെ ചില അന്ന് ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്ത സമയത്ത് ഇതേപോലെ പിന്നെ ചോദിച്ചു. അപ്പൊ ആ ഒരു ഉസ്താദ് ഇങ്ങനെ അർത്ഥം കൂടി ഉണ്ട്, അപ്പൊ അർത്ഥം വളരെ ശരിയാവുന്ന ഒരു ഉസ്താദ് പറഞ്ഞോടുകൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സംശയം വന്നത്. അപ്പൊ അതില് പിന്നെ നമ്മൾ മറ്റേ അർത്ഥം പറഞ്ഞ ശരി മനസ്സിലായി, ഉസ്താദ് പറഞ്ഞ ക്ലിയർ ആണ് ശരിക്കും. ഈ ആ ഭാഗത്ത് നിർത്തിയിട്ട് ഓടുന്ന സമയത്താകുമ്പോൾ അത്തുൽ എന്ന് കൂട്ടിച്ചേർത്ത് ഓതിയാൽ ഈ നേരത്തെ ഇവിടെ അതിന് മുകളിൽ ബഹുമാനപ്പെട്ട കേസിസ് തങ്ങളടിച്ച അങ്ങനെ അത് വിശദീകരിച്ച തിരക്കുള്ള ഉസ്താദ് അറബി ഭാഗം എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നില്ല. ഭാഗം ഒന്ന് വിശദീകരിച്ച തിരക്കല്ല, അറബി വെച്ചിട്ട് തന്നെ ഉസ്താദ് വിശദീകരിച്ച തിരക്കില്ല. ഉസ്താദ് പറഞ്ഞ് മനസ്സിലാത്തോണ്ടല്ല, ഞാൻ അത് മനസ്സിലാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അറബി ഭാഗം വഖൗലു ഫീ തഫ്സീർ എന്ന് വായിച്ച തിരക്കില്ല എന്ന് മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ചോനെ അത് കുറച്ചൊരു റിസ്ക് ഉള്ള കാരണം ലഫലൊക്കെ അർത്ഥം പറഞ്ഞ് കൊണ്ടുവരണമെങ്കിൽ, എന്നാലും വേണ്ടില്ല, ഞാനൊരു മിനിറ്റ് അതൊന്നും ഇങ്ങോട്ട് എടുത്തോട്ടെ. അന്നിങ്ങോട്ട് എടുത്തോട്ടെ. അത് KCS തങ്ങൾ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ജസാക്കുമുല്ലാഹ് തങ്ങളെ ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിഭാഷ നോക്കുമ്പോഴുള്ള കുഴപ്പങ്ങളാണ് ഈ വരുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ജസാക്കുമുല്ലാഹ് ഇങ്ങനെയുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒരു ഉസ്താദിന്റെ അടുത്ത് പഠിക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് പരിഭാഷയിലാകുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കൊക്കെ വകുപ്പുണ്ടാകും. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, യാ മുഹമ്മദ് നബിയെ നിങ്ങൾ പറയുക, ലി മാലിക് ബിൻ ഔഫിൻ വ അസ്ഹാബിഹി, മാലിക് ബിൻ ഔഫിനോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും നിങ്ങൾ പറയുക, തആലൗ, നിങ്ങൾ വരുവീൻ, അത്സുലു, ഞാൻ ഓതിത്തരാം, ഞാൻ മനസ്സിലാക്കി തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ മേലിൽ നിങ്ങളുടെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയ ഒന്നിനെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഫിൽ കിതാബില്ലദീ ഉൻസില അലയ്യ, എന്റെ മേലിൽ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേലിൽ ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. മനസ്സിലായില്ലേ? അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, അള്ളാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുതെന്ന കാര്യമാണത്. മനസ്സിലായില്ലേ? അവ്വലുഹു അൻ ലാ തുശ്രികൂ ബിഹി ഷൈഅൻ മിനൽ ഔസാനി,
വസനുകൾ അഥവാ ബിംബങ്ങളിൽ നിന്ന് ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് നിങ്ങൾ എന്ന കാര്യമാണത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന കാര്യവും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഐ ബർറം ബിഹിമ, അവർക്ക് രണ്ടുപേർക്കും ഗുണകരമായ രൂപത്തിൽ വർത്തിക്കണമെന്ന കാര്യമാണ്. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. ഐ ബനാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ കൊല്ലാൻ പാടില്ല. മിൻ ഇംലാഖിൻ, ഇംലാഖ് കാരണത്താൽ. ഇംലാഖ് എന്ന് പറഞ്ഞാൽ മഖാഫത്തുദ്ദുല്ലി വൽ ഫഖരി എന്നാണ്. മഖാഫത്തുദ്ദുല്ലി വൽ ഫഖരി, അഥവാ ജനങ്ങളുടെ മുമ്പിൽ മാനക്കേട് വിചാരിച്ചിട്ടും പെൺകുട്ടികൾ ഉണ്ടായാലേ ജനങ്ങളുടെ മുമ്പിൽ വലിയ മാനക്കേടായിട്ട് കണ്ടിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ ഓക്കെ. കാലം വരേറമായി ഞാനത് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. കാരണം എന്താ പറയുക, അതൊക്കെ കുറെ പറയാനുള്ള വിഷയങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു, വളരെ മോശകരമായി കണ്ടിരുന്നു ഒരു പെൺകുട്ടി ജനിക്കുക എന്നുള്ളത്, അപമാനമായി കണ്ടിരുന്നു. അതിനെ ഭയപ്പെട്ടുകൊണ്ട്, അതാണ് മഖാഫത്തി ദുല്ല് എന്ന് പറഞ്ഞാൽ. ആ മഖാഫത്തി ദുല്ല്, അപമാനം ഭയപ്പെട്ടുകൊണ്ട്, വൽ ഫഖരി അല്ലെങ്കിൽ ഫഖർ അഥവാ പാപ്പരത്തം പേടിച്ചുകൊണ്ട്. പെണ്ണുണ്ടായ വലിയ പാപ്പരത്തം ഉണ്ടാവും. പിന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികളുണ്ടായാൽ അറ്റുങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? 2 കുട്ടികളെ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 2 കുട്ടികൾ, മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനറ്റുങ്ങളെയൊക്കെ എങ്ങനെയാ പോറ്റുക എന്നൊക്കെയുള്ള പേടി കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. നഹ്നു നർസുഖുക്കും, നാമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വഇയാഹും, ആ കുഞ്ഞുങ്ങൾക്കും ഞാനാണ് ഭക്ഷണം നൽകുന്നത്. യഅനി ഔലാദക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞാനാണ് ഭക്ഷണം നൽകുന്നത്. വലാ തഖറബുൽ ഫവാഹിഷ, ഫവാഹിഷിനെ തമ്മാടിത്തത്തോട് നിങ്ങൾ അടുക്കുകയേ ചെയ്യരുത്. അസ്സിന, ആ തമ്മാടിത്തം കൊണ്ടുള്ള ഉദ്ദേശം വ്യഭിചാരമാണ്. മാ ലഹറ മിൻഹാ യഅനി സിനൽ ലാഹിർ വമാ ബതൻ യഅനി സിനസ് സിർരി വഹിയൽ മഖാല. എന്താ സംഭവം എന്ന് വെച്ചാൽ, വ്യക്തമായ വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വ്യക്തമല്ലാത്ത വ്യഭിചാരത്തോടും അഥവാ തെറ്റായ പൈശാചികമായ വളരെ മോശകരമായ ചിന്താഗതികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മാനസികമായ രോഗങ്ങൾ. ആ രോഗങ്ങളുള്ള വസ്തുക്കളോടും കാര്യങ്ങളോടൊന്നും നിങ്ങൾ അടുക്കാൻ പാടില്ല. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ ഒന്നിനെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. യാനി ഐ ഖത്ലഹ, അള്ളാഹു കൊല്ലൽ ഹറാമാക്കിയ ഒന്നിനെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൂടാതെ കൊല്ലാൻ പാടില്ല. ഐ ബിൽ അദ്ലി, നീതി കൂടാതെ. യാനി ബിൽ ഖൂദി വർ റജ്മി വൽ ഇർതിദാദി. അതൊക്കെ എന്ന് പറഞ്ഞാൽ വിഷയം റജ്മ് മുർത്തദായി കഴിഞ്ഞാൽ കൊല്ലാം, റജ്മിന്റെ കൊല്ലാം, അതുപോലുള്ള മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കൊല്ലാൻ പറ്റിയ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഖിസാസിയായ വശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ കൊന്നവൻ കൊല്ലപ്പെടണം എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള നീതിയുടെ ഭാഗമായിട്ട് കൊലപ്പെടുത്തുന്നതല്ല വിഷയം. അല്ലാതെ കാരണം കൂടാതെ ഹക്ക് കൂടാതെ കൊല്ലാൻ പാടില്ല. ദാലികും വസ്വാകും ബിഹി, ഈ വിഷയങ്ങളെ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വസിയ്യത്ത് ചെയ്തതാണ്. ബിമാ ഉമിറക്കും ബിമാ അമറക്കും, അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളാണ് മേൽ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ. ചിലതിനെ തൊട്ട് വിട്ടുനിൽക്കാനും ചിലത് ചെയ്യാനും അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളാണ് മേൽ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ എന്നാണ് ആ തഫ്സീർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ വരുന്നത് വളരെ ഹ്രസ്വമായ രൂപത്തിൽ, വളരെ എന്നാൽ തെറ്റിദ്ധാരണാജനകമായ രൂപത്തിൽ ഒരു പരിഭാഷ വളരെ വേദന തോന്നിപ്പോവുകയാണ് പലപ്പോഴും. എന്താ ചെയ്യ, ഈ സമൂഹം ഇങ്ങനൊക്കെ ഇത്രയേറെ ഭവിഷ്യത്ത് ഈ സാധനം കൊണ്ടുണ്ട്. എന്തിനാണ് ഈ സാധനം എന്നാ ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ സാധനം തോട്ടിക്ക് വലിച്ചെറിയാൻ വേണ്ടി? ഇത്രയേറെ ഭവിഷ്യത്ത് ഈ സാധനം കൊണ്ടുണ്ടെങ്കിൽ ഇതിപ്പോ താലിബുൽ ഇൽമിന് ഇവിടെ വന്ന് ചോദിക്കാൻ അവസരം ഉണ്ടായിട്ട് ഈ എത്ര മിസ്കീന്മാരുണ്ടാവും ഇത് എടങ്ങാറായിട്ട്, അല്ലേ? ഞാനതാ പറയണേ, എല്ലാ സാധനവും ആദ്യം എടുത്ത് മാറ്റുക, എന്നാലേ ഈ സമൂഹം നേരെ കോണം പിടിക്കുള്ളൂ. അല്ല, സങ്കടമാണ്. പരിശുദ്ധ ഖുർആൻ എത്ര രൂപത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഈ ഒരൊറ്റ പരിഭാഷ കാരണമാണ് നമ്മൾ ജോസഫ് ഇടമുറുക് പിന്നെ ഖുർആൻ ഒരു വിമർശന പഠനം ഇറക്കിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, യഥാർത്ഥത്തിൽ ഖുർആന് വല്ല തെറ്റും ഉണ്ടായിട്ടാ?
ഖുർആൻ വല്ല കുറ്റവും ഉണ്ടായിട്ടാ? പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളോടൊന്നും അല്ലട്ടോ, ഞാൻ അവരെ മനസ്സ് കണ്ടുകൊണ്ടാ പറഞ്ഞത്, എന്തെങ്കിലും ഒരു പുൽക്കൊടിക്ക് ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ ജോസഫ് ഇടമുറുക്ക് ഖുർആൻ ഒരു വിമർശന പഠനം എഴുതി. അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ പരിഭാഷ അങ്ങനെയാ. മൂപ്പര് പരിഭാഷ നോക്കി മലയാളം നോക്കിയപ്പോ അങ്ങനെയാ കണ്ട് മൂപ്പര് എഴുതി. ഇതൊക്കെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? ഈ പരിശുദ്ധമായ ദീനിനെ ഇത്രത്തോളം വികലമാക്കുന്നതിൽ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുകയാണെങ്കിൽ അത് ഈ പരിഭാഷയുടെ അപകടമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദ വനഫഅന ബിഉലൂമിഹി ഫിദ്ദാറൈൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കുഫ്രിയത്തിലേക്കാണ് പരിഭാഷ. ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാനുള്ള കാരണം ഈ അപകടമാണ്. ഇത്രയും വലിയ അപകടമാണ് ഇതിൽ കിടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചില്ലറയറ്റ എത്ര മനുഷ്യന്മാരെ ഇത് ഇടങ്ങാറാക്കുന്നത്, എത്ര ജനങ്ങളെയാണ് ഈ പ്രയാസപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹിനെ അടിച്ചിട്ട് ആ പരിഭാഷ തുറക്കണ പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ദിവസം ഒരു 3 ആയത്തെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് കേട്ട് മനസ്സിലാക്കി പഠിക്കേ. അത് വ്യക്തമായിട്ടൊരു 3 ആയത്ത് ഒരു ദിവസം പഠിച്ചാൽ മാഷാ അല്ലാഹ് നിങ്ങൾ ഒരുപാട് നന്നാവും, ഒരുപാട് മെച്ചപ്പെടും. മനസ്സിലായില്ല? ഒരു 3 ആയത്ത് ഒരു ദിവസം പരിശുദ്ധ ഖുർആന്റേത് അത് ഉസ്താദെ ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മാഷാ അല്ലാഹ് വലിയ കാര്യമാവും. അല്ലാതെ ഈ പരിഭാഷ നോക്കിയിട്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മുജാഹിദീങ്ങളെ പരിഭാഷനെ കുറിച്ച് മാത്രമൊന്നും പറയുന്ന കേസല്ല. ഞാൻ പരിഭാഷ എന്നുള്ള സാധനത്തോടാ പറയുന്നത്. അതിന്റെ അടിവേരാ ഞാൻ പറയണത്. എല്ലാ പരിഭാഷയും അതിന്റെ ഒരു വ്യക്തിനോടോ ഒരു സംഘടനയോടോ ഒന്നുമുള്ള വിഷമം കൊണ്ട് പറയല്ല. ഒഴിവാക്കുക, പരിഭാഷ മാറ്റിവെക്കുക. കാരണം പരിഭാഷ എന്നുള്ള അടുത്ത ലലാലത്താണ് കൊണ്ട് വരുന്നത്. അതുകൊണ്ട് മാറ്റിവെക്കുക വേണ്ട. അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരിശുദ്ധമായ ഖുർആൻ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങളൊന്നും പരിഭാഷ കൊണ്ട് പഠിച്ചവരല്ല. ഞാൻ ചോദിക്കട്ടെ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അറബിയൊന്നല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അറബിയ അല്ല. മഹാനവർകൾ പരിഭാഷ നോക്കിയിട്ടാ പഠിച്ചത് അല്ലല്ലോ. ഈ വലിയ വലിയ ആലിമീങ്ങളൊക്കെ അറബികളാ അല്ലല്ലോ. സിഹാഹുസിത്തന്റെ ഏതെങ്കിലും അഥവാ 6 പ്രബലമായ ഹദീസിന്റെ കിതാബിന്റെ മുസന്നിഫീങ്ങൾ ആരും അറബികളല്ലോ, അറബി വംശജരല്ലോ. അവരെ പരിശുദ്ധ ഖുർആൻ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത് പരിഭാഷ നോക്കിയിട്ട്. ഈ പരിഭാഷ ഇപ്പൊ ഉണ്ടായ സാധനല്ലേ, ഇതിന്റെ മുമ്പുള്ള ആൾക്കാരൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ ലലാലത്ത് എന്തിനെ കൊണ്ടുവരുന്നു? അതേ പുണ്യം കിട്ടാൻ പരിശുദ്ധ ഖുർആൻ അലിഫ് ലാം മീം അതെന്താന്ന് തിരിഞ്ഞിട്ടാ? എന്നാ പരിഭാഷക്കാരൻ പറയട്ടെ അലിഫ് ലാം മീന്റെ അർത്ഥം അതെന്താന്ന് തിരിഞ്ഞിട്ടല്ല ഓതുന്നത്. അലിഫ് ലാം മീം ഓതിയാലും 30 കൂലി കിട്ടുന്ന റസൂലുള്ളാഹി പറഞ്ഞു. അത് തിരിഞ്ഞാലിട്ട് ഓതിയാലെന്നല്ല. എന്തിനേറെ പറയുന്നു, ഇനി ഖുർആൻ ഓതാൻ പോലും അറിയില്ലെങ്കിൽ നിങ്ങൾ ഖുർആനിൽ നോക്കിയിരുന്നാൽ പോലും കൂലിയല്ലേ. അത്രയും ബഹുമാനപ്പെട്ട സംഭവമല്ലേ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞാൻ പഠിക്കണ്ടെന്നല്ല പറഞ്ഞു, പഠിക്കണം. അത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കണം. അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചു പോയാൽ ദീനും ദുന്യാവും എല്ലാം നഷ്ടപ്പെടും. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട നായക്ക് സമാനായി പോകും. അതാണ് പ്രശ്നം. അത്രയും കടുത്ത അപകടം കിടക്കുന്നുണ്ട്. ഇതൊന്നല്ല പ്രശ്നം, ഇതിനേക്കാളും വലിയ അപകടങ്ങളുണ്ട് ഇതില്. ചില്ലറ അപകടം ഇതൊക്കെ. വഖ്തുലൂഹും ഹൈസു വജത്തുമൂഹും ഒരായത്തിന്റെ ബാക്കി ഇത്രയേ ഉള്ളൂ. എന്താ സംഭവോ? അവരെവിടെ കണ്ടാലും വെട്ടിക്കൊല്ലണം. അണ്ടാ ഇത് വെച്ചിട്ട് ഒരു അമുസ്ലിമായ ഒരാള് പറയാണ്, ഇതാ ഖുർആൻ പറയണു അമുസ്ലിമീങ്ങളെ വെട്ടിക്കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞാലുള്ള അവസ്ഥ എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഖുർആൻ ഏതാണ് അതിന്റെ സന്ദർഭം? ആരെക്കുറിച്ചാണ് ആ പറയണത്? എന്താണ് ആ വിഷയം? ഇതൊന്നും പരിഭാഷക്കാരനാണെന്നും പ്രശ്നമല്ല. മൂപ്പർക്ക് പുസ്തകം വിറ്റുപോയാൽ മതി, അതിനൊന്ന് കായുണ്ടായാലും മതി.
ഇവിടെ ദീനും ദുനിയാവും ഒന്നും ആർക്കും ഒരു വിഷയമല്ലാത്തൊരവസ്ഥയെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ. ഇതൊന്നും പരിശുദ്ധമായ ഖുർആന്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഖുർആൻ അത് പരിഭാഷപ്പെടുത്തുക എന്നുള്ള കടുത്ത വിദഅത്തും ലലാലത്തും ചെയ്തിട്ട് ഈ സമൂഹത്തിന് വലിയ ഗുണത്തിലേറെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സമൂഹത്തിന്റെ പ്രശ്നമാണ്. അള്ളാഹു താല എല്ലാവർക്കും നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നേരത്തെ പറഞ്ഞ പ്രകാരം ഞാൻ വേറെ പരിഭാഷ ശരിക്കും അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരുന്ന ചെറിയൊരു അബദ്ധം ഞാൻ ശ്രദ്ധിച്ചതാണ്, വേറെ എനിക്ക് പറഞ്ഞതല്ല. ആ ഒരു ശ്രദ്ധിക്കുക. സൂറത്താൻ നമ്മൾ പരിഭാഷ ഏകദേശം അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല വരുന്നില്ലെങ്കിൽ ചെറിയൊരു അബദ്ധം ഖുർആൻ ഓതുന്ന സമയത്ത് വരുന്നത്. സൂറത്ത് ആൽ ഇംറാനിലെ 7ാമത്തെ ആയത്താണ്. അതിൽ നടുക്കുള്ള ഭാഗം وهو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخرى متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه تشابه الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم. ഇത് ശരിക്കും അതല്ലാതെ ഇവിടെ ശരിക്കും നമ്മൾ ഒന്നിച്ച് കൂട്ടി ഓതിക്കഴിഞ്ഞാൽ വമാ യഅലമു തഅവീലുഹു ഇല്ലല്ലാഹു വറാസിഖൂന ഫിൽ ഇൽമി, ഇങ്ങനെ ഇവിടെ ഓതിക്കഴിഞ്ഞാൽ ശരിക്ക് ആ അർത്ഥം കംപ്ലീറ്റ് മാറും ചെയ്യും. മാത്രമല്ല ഇത് അള്ളാഹു ശിർക്ക് ചെയ്യലാവും. ഈ ഇതിന്റെ ഖുർആന്റെ പരിഭാഷ വമാ യഅലമു തഅവീലു ഇല്ലല്ലാഹ്, അതിന്റെ തഅവീൽ അല്ലാഹ്, അതിന്റെ വ്യാഖ്യാനം അല്ലാഹു അല്ലാതെ അറിയില്ല. ഇവിടെ വറാസിഖൂന ഫിൽ ഇൽമി എന്നുകൂടി കൂട്ടി ഓതിക്കഴിഞ്ഞാൽ ആ അർത്ഥം തന്നെ മാറും. ഖുർആനിൽ ശരിക്കും അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഒന്നിച്ച് കൂട്ടി ഓതിക്കഴിഞ്ഞാൽ ശരിക്കും നിർത്തി ഓതിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. അല്ലെങ്കിൽ വറാസിഖൂന ഫിൽ ഇൽമി, ആ ഇൽമ് വർദ്ധിപ്പിച്ചവരും അറിയും എന്നർത്ഥം വരും. പക്ഷെ ഇത് ഈ രണ്ടാമത്തെ ഭാഗം വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ എന്നാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചില അർത്ഥം പഠിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും ഒന്നിച്ച് കൂട്ടി ഓതിക്കഴിഞ്ഞാൽ വരുന്ന ഒരു പാകപ്പിഴവായിട്ട് എനിക്ക് തോന്നുന്നത്. ഉസ്താദ് ആ ഭാഗം കൂടി ഇത് പിന്നെ വിശദീകരിച്ചിട്ട്, കാരണം നാട്ടിൽ 4 മണിയെ തുടങ്ങി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുടങ്ങി. ഞാൻ വൈക്കിടുന്നു. ഉസ്താദിന് തിരക്കില്ലെങ്കിൽ എനിക്കൊരു ചെറിയൊരു സംശയം തോന്നിയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭാഗം അർത്ഥം പഠിക്കാതെ ഓതിക്കഴിഞ്ഞാല് ഇല്ലല്ലാഹു വറാസിഖൂന ഫിൽ ഇൽമി എന്ന് ഓതിക്കഴിഞ്ഞാൽ ആ അള്ളാഹു ശിർക്ക് ചെയ്യലായി മാറും. അത് അള്ളാഹു പുറത്തു വരട്ടെ. നമുക്ക് പിന്നെ ഖുർആൻ പഠിക്കേണ്ട അർത്ഥം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഞാനൊന്ന് എന്റെ സംശയം പറഞ്ഞത് മാത്രം. ഓക്കെ, കൂട്ടി ഓതണം എന്നാണ് അള്ളാഹു. ഇനി ഉസ്താദിലേക്ക് മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് 2 രൂപത്തിലും അതിന് പണ്ഡിതന്മാര് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്നാണ് എന്റെ പഴയ ഓർമ്മയിൽ വെച്ചാണ്. 2 പണ്ഡിതന്മാര് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിന് വ്യാഖ്യാനം പരിഭാഷ അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് രണ്ടിന്റേതായ ഓക്കെ ജസാക്കുമുല്ലാഹ് തങ്ങളെ. രണ്ടിന്റേതും ആയ വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. ഹുവല്ലദി അല്ലാഹു അല്ലദി അൻസല അലൈക്കൽ കിതാബ, നബിയെ അങ്ങയുടെ മേലിൽ അവതരിപ്പിച്ചവനാകുന്നു. ഏത് ഗ്രന്ഥത്തെ അവതരിപ്പിച്ചവനാകുന്നു. മിൻഹു, ആ ഗ്രന്ഥത്തിലുണ്ട് ആയാത്തും മുഹ്കമാത്ത്, സുവ്യക്തമായതും ഖണ്ഡിതവുമായ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ആ ഗ്രന്ഥത്തിന്റെ മൂലപ്രധാനമായ ഭാഗം. മനസ്സിലായില്ലേ? മൂലപ്രധാനമായ ഭാഗം ആയാത്തും മുഹക്കമാത്താണ്. സുവ്യക്തമായതും അതുപോലെ തന്നെ ഖണ്ഡിതമായും അല്ലാഹു തആല പറയുന്ന ഭാഗങ്ങളുണ്ട്. അതാണ് എന്ത്? ഖുർആന്റെ മൂലപ്രമാണമായ ഭാഗങ്ങൾ. വ ഉഖറു, മറ്റു ചിലത് മുതശാബിഹാത്തും ആകുന്നു. മുതശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ ആശയത്തിൽ 2 അർത്ഥത്തിന് വകുപ്പുള്ളത്. മുതശാബിഹാത്ത് 2 അർത്ഥത്തിന് വകുപ്പുള്ളത്, സദൃശ്യമായ 2 അർത്ഥത്തിന് വകുപ്പുള്ളത്. മുതശാബിഹാത്തിന്റെ കൂട്ടത്തിൽ അർത്ഥം എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിയാത്തതും ഉണ്ട് കേട്ടോ. എന്തായാലും അതിന്റെ വാക്കർത്താണ് ഞാൻ പറഞ്ഞത്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം, അപ്പോൾ അപ്പോൾ ഒരു കൂട്ടർ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുണ്ട് സൈഗുൻ. സൈഗ് എന്ന് പറഞ്ഞ വക്രതയുള്ള ആളുകൾ. ഫയത്തബിഊന, അവര് പിന്തുടരുന്നു മാ തശാബഹ മിൻഹു,
ആ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്നുള്ള മുതശാബിഹാത്തായ ആയത്തുകൾ അഥവാ രണ്ടർത്ഥത്തിന് വകുപ്പുള്ള ആയാത്തുകളെ അവർ പിന്തുടരുന്നു. ഇബ്തിഗാ അൽ ഫിത്ന, ഫിത്നയെ ആഗ്രഹിച്ചുകൊണ്ട്, ഫിത്നയെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഇതിനെ മാത്രം ഷിയാക്കളെ മാതിരി പിന്തുടർന്ന് പിടിക്കും. എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം തേടിക്കൊണ്ടും അവരിങ്ങനെ അതിനെ മാത്രം പിന്തുടരും. എന്നാൽ ബാക്കിയൊക്കെ സുവ്യക്തമായതൊക്കെ അവർ ഒഴിവാക്കിയിട്ട് ഇതിനെ മാത്രം പിന്തുടരും. വമായ ഇലം, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വമായ ഇലമു തഅ്വീലഹു, അതിന്റെ വ്യാഖ്യാനം അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അറിയുകയില്ല. ഇവിടം വരെ കംപ്ലൈന്റ് ഇല്ല. ഇനി വറാസിഖൂന ഫിൽ ഇൽമി, ബഹുമാന്യന്മാരായ പണ്ഡിതന്മാർ, യഖൂലൂന, അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങൾ ഇതുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇത് മുഴുവനും ഞങ്ങളുടെ റബ്ബിന്റെ വക്കൽ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ ഉപദേശം സിദ്ധിക്കുകയില്ല, വിഷയങ്ങൾ മനസ്സിലാക്കുകയില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുകയില്ല. അഥവാ ബുദ്ധിയുള്ളവര് മാത്രമാണ് വിഷയം ശരിക്ക് ഗ്രഹിക്കുകയുള്ളൂ എന്ന അർത്ഥം. ഇതാണ് നേരത്തെ നമ്മളെ താലിബുൽ ഇൽമ് പറഞ്ഞ മീൻസ്. ഇതിനൊരു കംപ്ലൈന്റും ഇല്ല, ഇറ്റ്സ് കറക്റ്റ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക്, വമായ ഇലമു തഅ്വീലഹു, അതിന്റെ തഅ്വീല് വ്യാഖ്യാനം അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അറിയുകയില്ല, വറാസിഖൂന ഫിൽ ഇൽമി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമിൽ അങ്ങേയറ്റം നിപുണരായവരും അല്ലാതെ അതിന്റെ അർത്ഥം അറിയുകയില്ല. അതാരാണ്? ബഹുമാന്യന്മാരായ അമ്പിയാക്കൾ. നമ്മൾ മനസ്സിലാക്കണം, അറാസിഖൂന ഫിൽ ഇൽമ്, ബഹുമാന്യന്മാരായ അമ്പിയാക്കൾ. അതിനിപ്പോ തെറ്റുവരൂലല്ലോ. അവർക്കുമല്ലാതെ ഇതിന്റെ അർത്ഥം അറിയില്ല. അവർക്കെങ്ങനെ അറിയുന്നത്? അത് അള്ളാഹുവിന്റെ ഇൽമിലാണ്. ഫിൽ ഇൽമി എന്നാ പറഞ്ഞത്. ആ ഫിൽ ഇൽമി എന്ന് പറഞ്ഞതിന്റെ മാന ഫി ഇൽമില്ലാഹി എന്നാണ്. അള്ളാഹുവിന്റെ ഇൽമിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവര്, അഗാധമായ കഴിവുള്ളവര്, അഗാധജ്ഞാനികളായവരും അല്ലാതെ, അഥവാ അള്ളാഹുവും അമ്പിയാക്കളും അല്ലാതെ അതിന്റെ അർത്ഥം അറിയുകയില്ല എന്നും ആവാം. അതും തരക്കേടില്ല. അമ്പിയാക്കൾ എങ്ങനെ അറിയുന്നത്? അള്ളാഹുവിന്റെ ഇൽമാണ്, അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമാണത്. അല്ലാതെ അമ്പിയാക്കൾക്ക് സ്വയമേ മനസ്സിലാവുന്നല്ല, അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമാണ് അള്ളാഹുവിന്റെ ഇൽമ്. ആ ഇൽമിൽ നിന്ന് അങ്ങേയറ്റം നിപുണതയുള്ള അമ്പിയാക്കളെ പോലുള്ളവരും അല്ലാതെ അതിന്റെ തഅ്വീൽ അറിയുകയില്ല. അഥവാ സാധാരണക്കാരായ ഒരു സാധാരണ ആലിമീങ്ങൾ ഒക്കെ ആ വിഷയത്തിൽപ്പെടും. അവർക്കൊന്നും ഈ വിഷയം അറിയൂല. അള്ളാന്റെ ഇൽമിൽ അള്ളാഹ് തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ മഹത്തുക്കളായ റാസിഖീങ്ങളും മാത്രമേ ആ വിഷയം അറിയൂ എന്നും പറഞ്ഞാൽ തരക്കേടില്ല. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാലും ആ അർത്ഥം ഫിറ്റാണ്. കാരണം പണ്ഡിതന്മാർ ആ രണ്ട് രൂപത്തിലും ഇതിന് തഫ്സീർ നൽകിയത് കാണാവുന്നതാണ്. രണ്ടും ശരിയാണ്, രണ്ടും തെറ്റല്ല, രണ്ടും ശരിയാണ്. പക്ഷെ സാധാരണക്കാരായ ആളുകൾ, ഇങ്ങനെ അള്ളാന്റെ ഇൽമു കൊണ്ട് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുക്കാത്ത ആളുകൾ, അവർക്കൊന്നും ഇതിന്റെ അർത്ഥം അറിയൂല. അങ്ങനെയൊക്കെ പലരും പല വ്യാഖ്യാനങ്ങളും അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നല്ല വ്യാഖ്യാനായിട്ടും, എന്നാൽ മറ്റൊരു മോശമെന്നല്ല, ഏറ്റവും സൂറത്തുർ റഹ്മാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂറത്തുൻ നാസ് മോശമെന്നല്ല. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യാഖ്യാനം നമ്മൾ ആദ്യം പറഞ്ഞ വ്യാഖ്യാനം തന്നെയാണ്. അഥവാ റാസിഖീങ്ങളായ ആളുകൾ പറയും, യഖൂലൂന ആമന്നാ ബില്ലാഹ്, നമ്മളെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, കുല്ലും മിൻ ഇൻദി റബ്ബിന എന്ന് പറഞ്ഞ അവർ വിടും എന്ന് പറയുന്ന ആശയം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ രണ്ട് വ്യാഖ്യാനവും കൊടുത്തത് കാണാം. രണ്ടാമത്തെ വ്യാഖ്യാനം തെറ്റല്ല, അതും ശരി തന്നെയാണ്, 100% ശരി തന്നെയാണ്. കാരണം അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഇൽമിൽ അങ്ങേയറ്റം നീപ്പുക്കുമല്ലാതെ മറ്റാർക്കും അതിന്റെ തഅ്വീൽ, അതിന്റെ വിവക്ഷ വ്യാഖ്യാനം അറിയുകയില്ല എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം അതിന്റെ അർത്ഥം. അതും തെറ്റല്ല എന്ന് സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
താഴെ അറിയില്ല എന്തായാലും നിർബന്ധമുണ്ടോ മൊത്തം? ഓക്കെ ഓക്കെ. അപ്പോ ഈ സ്വലാത്ത് പിന്നെ ഉമറുല്ലാവിന് അബ്ദുല്ലാഹിബ്നു ഉമറുല്ലാവിന് ഒരാൾ പിന്നിയ സമയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല, അത് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് അത് ഞാൻ ഈ സ്വലാത്തിനെ കുറിച്ചിട്ട് ഒരാൾ എതിർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ പുസ്തകം പറയാൻ പറ്റുമെങ്കിൽ. ഓക്കെ ഓക്കെ. അസ്സലാമു അലൈക്കും. ഹലോ, നാട്ടിൽ സമയം 4:15 ഞങ്ങൾക്ക് മൈക്ക് വരണം. ഉസ്താദ് വളരെ നന്ദിയുണ്ട്. ജസാഖുല്ലാഹ് ഖൈർ യാ ഉസ്താദ്. ആ വിഷയം ഖുർആനെ കുറിച്ച് പ്രത്യേകിച്ചും റമളാൻ മാസത്തിലാണ് ചർച്ച ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ നന്ദിയുണ്ട്. മൈക്ക് വിടുന്ന ഉസ്താദിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദ്ദാദ് തുടങ്ങാം. പയ്യോളി ഉസ്താദ് ചർച്ച അവസാനിപ്പിച്ചതല്ലേ ഉസ്താദെ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? 2:45 UAE. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. പൈതൃക ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് പയ്യോളി ഉസ്താദ് ഒന്ന് മൈക്കിലേക്ക് വന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ റുവൈസ് പറഞ്ഞത് എന്താണെന്നാ ഞാൻ ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് റുവൈസ് ഒന്ന് പറഞ്ഞാട്ടെ, ഒന്നും കൂടി ആവർത്തിക്ക്. എനിക്ക് നല്ല രസമുണ്ട്, അന്ന് ആവർത്തിച്ച് കേട്ടോളി കേട്ടോ. നിങ്ങള് നമ്മളെ റുവൈസ് പറയുന്നത് ശരിക്കൊന്ന് കേൾക്കണം കേട്ടോ. എല്ലാരും മനസ്സറിഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ. കാരണം റുവൈസ് പറയുന്നത്, കാരണം റുവൈസിന്റെ വാക്കല്ല എന്ന് റുവൈസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ആരോ പറഞ്ഞതാണ്. ഓക്കെ, റുവൈസ് മൈക്കെടുത്തോളി. ഹലോ, അസ്സലാമു അലൈക്കും. എന്നൊരു സുഹൃത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്. അപ്പോ ഇങ്ങനെ സലാത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സലാത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഇടക്ക് ഇങ്ങനെ പറഞ്ഞു. പിന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഒരാള് തുന്നുമ്പോൾ തന്നെ പറയില്ലേ, അല്ലെങ്കിൽ അച്ചിടുമ്പോൾ തുന്നുമെന്നല്ല പറയില്ലേ? സൗണ്ട് കൂടുതലാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. കട്ടുണ്ടോ? ഒരു മിനിറ്റ്. എന്താ റുവൈസ് ഒന്ന് ക്ലിയർ വെക്ക്, കാരണം നല്ല രസമുള്ള വിഷയമാണ്. റുവൈസ് ഒന്ന് ക്ലിയർ ആക്ക്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? അല്ല, കട്ടുണ്ട് ക്ലിയർ ഇല്ല എന്നൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. ഞാൻ ചോദിച്ച ചോദ്യം, ഞാൻ ഇന്നൊരു വഹാബിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ റസൂലുള്ളാന്റെ അല്ല ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സലാത്ത് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അച്ചിട്ടേരം അപ്പൊ ഒരു സഹാബി സലാത്ത് ചൊല്ലി. അപ്പോ സഹാബത്ത് സലാത്ത് ചൊല്ലിയ സമയത്ത് അവര് പറഞ്ഞു പോലും അതങ്ങനെ സലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിലക്കി എന്ന് അയാൾ പറഞ്ഞു. അതിനെ കുറിച്ചിട്ടൊന്ന് അറിയാൻ വേണ്ടിക്കും അതിന്റെ ഒരു വ്യക്തമായ, അത് ചില സമയങ്ങളിൽ ഇതിനു മുമ്പും എന്നോട് ആരോ പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടാമത്തെ, പിന്നെ അത് മാത്രമല്ല, ബാങ്കിന് ശേഷം സലാത്ത് ചെല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ബാങ്കിന് മുമ്പ് സലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ഉസ്താദിനോട് ഈ സമയത്ത് പറയാൻ പറ്റുമെന്നറിയില്ല, വലിയ ചർച്ചയാകുമോ അറിയില്ല. ഓക്കെ, ഉസ്താദിനെ മൈക്ക് മാറും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയ ചർച്ചയായാലും വേണ്ടില്ല, ആ വിഷയം ചർച്ച ചെയ്തിട്ട് പോകാം നമുക്ക്. വലിയ ചർച്ചയായാലും വേണ്ടിയില്ല. ഇപ്പൊ റുവൈസ് പറഞ്ഞതിന്റെ വൽഹാസിൽ നിങ്ങൾ കേട്ടില്ലേ? റുവൈസ് എന്താ പറഞ്ഞത്? അതെ,
അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അച്ചീട് എന്ന മൂപ്പര് പറഞ്ഞ മീൻസ് തുമ്മുക, നാക്കുന്ന പരിപാടി തുമ്മ അല്ലേ? നമ്മളെ മൂക്കിലൊക്കെ എന്തെങ്കിലും ഇട്ട് തിരിച്ചു കഴിഞ്ഞാലല്ല എന്ന് പറയുന്ന പരിപാടി, അതന്നെ പരിപാടി. ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞല്ലോ ഇല്ല, തുമ്മ തിരിഞ്ഞല്ലോ. ചിലടത്ത് ചിമ്പ അറിയും, എന്തോ ആവട്ടെ സാധനം അത് തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ചിമ്പലായാലും വേണ്ടില്ല, തുമ്മലായാലും വേണ്ടില്ല, അച്ചിടലായാലും വേണ്ടില്ല. ആരോ മൂപ്പര് തുമ്മി, ആര് റുവൈസ് പറഞ്ഞ വാക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. റുവൈസ് പറഞ്ഞത് ഒന്നും കൂടി വിശദീകരിക്കാം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു തുമ്മി. ഉടനെ തന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നബിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലിയപ്പോ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് റുവൈസ് പറഞ്ഞത്. ആം ഐ കറക്റ്റ്? റുവൈസ റെഡിയല്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അത് മുമ്പും കേട്ടിട്ടുണ്ട്. എന്നാലേ നല്ല രസമുള്ള പരിപാടി അത്. ഹദീസ് ഞാനാണ്ട് പറയാം, നിങ്ങൾ കേട്ടോളി. ഇതിപ്പോ എങ്ങനെ ഉള്ളതെന്ന് അറിയണ്ടേ? ഇപ്പൊ ഹദീസിൽ ഇപ്പൊ എന്താ ഉള്ളതെന്ന് നമുക്കറിയണ്ടേ? അത് എല്ലാവർക്കും അല്ല. നാളെ ആക്കിയാ മതിയാ? നേരം പോണ്ടാ? നാളെ ആക്കിയാ മതിയാ? അല്ല, നിങ്ങൾക്ക് നേരം പോകുന്നുണ്ടോ എന്നുള്ള എനിക്കറിയണ്ടുള്ളൂ. എനിക്ക് നേരത്തിനൊന്നും കുഴപ്പമില്ല. ഇന്ന് തന്നെ പറയല്ലേ? ആയിക്കോട്ടെ, ഇന്ന് തന്നെ. അബൂറഫൊക്കെ നോ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ പറഞ്ഞോളി. ആയിക്കോട്ടെ. حدثنا حميد بن مسعدة حدثنا زياد بن الربيع حدثنا حضرمي مولى الجارود النافع أن رجلا ഒരാൾ അബ്ദുല്ലാഹിബ്നു ഉമർ അല്ലട്ടോ തുമ്മിയത്, അത് തെറ്റിദ്ധരിക്കരുത്. റുവൈസ് പറഞ്ഞ അങ്ങനെയാണ്. അന്ന റജുലൻ ആതാസ, ഒരാള് ആതാസ ഇലാ ജംബിബ്നി ഉമറ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് തുമ്മി. ഒരാള് വന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് തുമ്മി. ഫഖാല, അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. തുമ്മിയാൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ് എന്നാ പറയേണ്ടത്. മൂക്കൽ അതിന്റെ കൂടെ എന്ത് കൂട്ടി? വസ്സലാമു അലാ റസൂലില്ലാന്നും കൂട്ടി. മനസ്സിലായോ? വസ്സലാമു അലാ റസൂലില്ലാന്നും കൂട്ടി. മനസ്സിലാണ്ടല്ലോ വിഷയം മനസ്സിലാണ്ടല്ലോ. ഒരാള് വന്നു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് തുമ്മി. അപ്പൊ മൂപ്പര് പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എണീച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇങ്ങനെ നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് ചെല്ലാൻ പാടില്ല എന്നല്ലേ? റൈറ്റ്? അങ്ങനല്ലേ പഠിപ്പിച്ച്? അങ്ങനല്ലേ സാധ്യത? നിങ്ങൾ നമ്മക്ക് വേണ്ടി അടിക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കി അടിച്ചാ മതി. എന്നാൽ അബ്ദുല്ലാഹിബ്നു ഉമർ എന്താ പറഞ്ഞാറ്? ഖാല ഇബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഉമർ എണീച്ചിട്ട് പറഞ്ഞു വഅന അഖൂലു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്. ഞാനും അങ്ങനെയാ പറയണത് ഇന്നു മുതൽ. ഞാനും അങ്ങനെയാ പറയണത് ഇന്നു മുതൽ. അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നാ ഇനി ഞാനും പറയണത്. ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. വഅന അഖൂലു ബിഹി, ഞാനും അങ്ങനെ പറയും. എങ്ങനെ? അസ്സലാമു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് ഞാനും പറയും. വലൈസ ഹാക്കദാ അല്ലമനാ റസൂലുള്ളാഹ്. എന്നാ തെറ്റിദ്ധരിക്കണ്ട, നബി ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ ഞാനും അങ്ങനെയാ പറയാൻ പോകുന്നത്. മനസ്സിലായോ? നബി ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നില്ല, നബി പഠിപ്പിക്കാത്തൊക്കെ നമുക്ക് ചെയ്യാലോ എന്നാണ് അബ്ദുല്ലാഹിബ്നു ഉമർ പറയണത് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണത് നബി പഠിപ്പിക്കാത്തത് നമുക്ക് ചെയ്യാലോ, നല്ല കാര്യമാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനും അങ്ങനെ പറയണത്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്. വലൈസ ഹക്കദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലമന അൻ നഖൂല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാനാണ് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷെ ഞാനും ഇന്ന് മുതൽ നിങ്ങൾ പറഞ്ഞ പ്രകാരം അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയുക, അതാണ് ഞാനും പറയുന്നത്. റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കും പറയാൻ അതാണ് താല്പര്യം. ഇതിലെവിടെയാ കുഴപ്പമുള്ളത്? ഇത് നേരെ ഉൾട്ടായിട്ടാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനതാ പറഞ്ഞത്. ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞേ മനസ്സിലായി നിങ്ങൾക്ക്? ഇനി നോക്കുക. അഖ്ബറന അബൂ താഹിർ അൽ ഫഖീഹ് അൻബഅന അബൂ അബ്ദുല്ലാഹി സഫാർ അഖ്ബറ
حدثنا زياد الأسدي അങ്ങനെ പോയിട്ട് അതിന്റെ സനദ് വായിക്കാൻ അറിയില്ല. عن نافع قال اعتصى رجل عند ابن عمر അബ്ദുല്ലാഹി ഇബ്നു ഉമർ കേട്ടോളി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് ഒരാൾ ചിന്തി, ഒരാൾ തുമ്മി. ഹദീസ് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്യാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് ഒരാൾ തുമ്മി. ഫഖാല ഇബ്നു ഉമർ വല്ല മൂപ്പര് ഫഹമിദല്ലാഹ്, അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. തുമ്മി ആള് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഫഖാല ലഹു ഇബ്നു ഉമർ, ഇബ്നു ഉമർ മൂപ്പരെ കണ്ടിട്ട് കുന്നിക്ക് ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട് വാ. ഖദ് ബഖൽത ഫഹല്ല ഐസ അമിത്തല്ലാഹ സല്ലൈത അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താണ് വെറും അൽഹംദുലില്ലാഹ് പറഞ്ഞു നിർത്തി, എനിക്കൊരു സലാത്തും കൂടെ വേണ്ടി ചെല്ലിയാലെന്താ എന്നാ ചോദ്യം. ആരുടേത്? ഇതെന്തിനൊക്കെ ലുബ്ധത കാണിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി എനിക്കവിടെ പറഞ്ഞുകൂടെ? ഇനിയാ ഇതെന്താ പറയാതിരുന്നു എന്നാ ചോദ്യം. തിരിഞ്ഞോ? നബി അത് പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ എനിക്കാണ്ടിട്ട് പറഞ്ഞുകൂടെ? ഇനിയാ ഈ അൽഹംദുലില്ലാഹ് എന്തിനാ ചുരുക്കി? നിനക്ക് അവിടെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വസ്സലാത്തു അലാ റസൂലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എന്നിനക്ക് അങ്ങോട്ട് പറഞ്ഞുകൂടെ? ഇജ്ജത്തിന് എനിക്കിട്ടിട്ട് ലുബ്ധത കാണിക്കണോ? ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള്. ഇനിയെന്താ വേണ്ടത്? കേട്ടോളി. ശുഅബുൽ ഈമാനിൽ ഇനിയും കാണാം. അതസറജുൻ ഇൻദ ഇബ്നു ഉമർ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ فقال عبد الله بن عمر لو تتمتها والسلام على رسول الله. വസ്സലാമു അലാ റസൂലില്ലാഹി കൂടി കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി നെട്ടോർന്നു. മനസ്സിലായില്ലേ? തുഹ്ഫത്തുൽ അഹ്വദി പറയാണ് ലിഅന്നഹുമാ ദിക്റാനി ശരീഫാനി കുല്ലു അഹദിൻ മഅ്മൂറുൻ ബിഹിമാ. അതെ, മഹത്തുള്ള രണ്ട് ദിക്റല്ല, എന്താപ്പ ചെല്ലിയാ വരാൻ പോണേ, നല്ലതല്ലേ? തുഹ്ഫത്തുൽ അഹ്വദിയിൽ മുബാറക് പൂരി പറയാണ് എന്ത്, ആ ഒരു കുഴപ്പമില്ല, അത് നല്ല ശരീഫായ രണ്ട് ദിക്റല്ലേ, അത് അതിന്റെ കൂടാണ്ട് ചെല്ലിയാൽ ഇപ്പൊ എന്താ കുഴപ്പം? നല്ല കാര്യല്ലേ? കുല്ലു അഹദിൻ മഅ്മൂറുൻ ബിഹിമാ, എല്ലാവരോടും ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട ദിക്റല്ലേ, എന്താ അതിനൊരു കുഴപ്പം അവിടെ? ഇനി എന്താ വേണ്ടേ? റുവൈസ് പറഞ്ഞപ്പോ അതെല്ലാം പാടക്കൂല തത്താനെ ചെല്ലാൻ പാടില്ല എന്നാ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയണതോ ചെല്ലണം മക്കളെ, ചെല്ലണം എന്നാ. ഞാൻ മൈക്ക് വിടുകയാണ്. ഈ കോളത്തിലൊക്കെ ആയപ്പോ എന്താ ചെയ്യാ? നിങ്ങൾക്ക് സംഭവം തിരിഞ്ഞോ മനുഷ്യന്മാരെ? നിങ്ങൾക്ക് വിഷയം തിരിഞ്ഞോ ഞാൻ പറഞ്ഞത്? അതാണ് കാര്യം. ഈ കോലത്തിലൊക്കെയാണ് പോണത്. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അത് എന്നിട്ട് ചെറിയ തിരുത്തുണ്ട്. എന്റെ കയ്യിൽ നിന്ന് സംഭവം മാറിയോന്നറിയില്ല. ഉമറുല്ലാഹിനോട് പറഞ്ഞിരുന്നല്ല, ഉമറുല്ലാഹിനു കൽപ്പിച്ചു എന്നാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അത് ചില സമയം മാറിയാൻ സാധ്യതയുണ്ട്. അത് സുഹൃത്ത് കേൾക്കുന്നുണ്ട്, അവർ റേഡിയോയിലൂടെ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് ചില സമയം തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞുപോയോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പറഞ്ഞത് തിരിഞ്ഞുപോയോന്ന് സംശയമുണ്ട്. അതിന്റെ ക്ലിപ്പടക്കം എന്തൊക്കെ ക്യാച്ച് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലിപ്പടക്കം നമുക്ക് നാളെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കി ഭാഗം ഉസ്താദിനോട് നാളെ ചർച്ച ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോ ഏതായാലും സമയം കുറെ കൂടുതലായി. അതിന്റെ ഓൾറെഡി അതിന്റെ മുജാഹിദ് നേതാവ് പറയുന്നതിന്റെ ക്ലിപ്പടക്കം എന്റെ കയ്യിലുണ്ട്. ആ ക്ലിപ്പ് അയച്ചു തരാം. ഓക്കെ. അതിന്റെ ക്ലിപ്പ് ഞാൻ കേട്ടിട്ടില്ല. ആ ക്ലിപ്പ് ഫുള്ളായി ഞാൻ കേട്ടിട്ടില്ല. ക്ലിപ്പ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ. എന്നാൽ അബൂ റഫ സാഹിബ്, നിങ്ങൾ അത് രണ്ടും കൂടി ഒന്ന് ഇത് ചെയ്തിട്ട് അത് ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. ആ ക്ലിപ്പും ഈ ക്ലിപ്പും കൂടി ഒന്ന് ഉസ്താദിന്റെ ഈ ക്ലിപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഉസ്താദിന് അതരൂടെ മൈക്കൈമാറാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ ബുദ്ധിമുട്ടിച്ചായത് ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഇതിന് ഇന്നെ ഞാൻ ഇന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് രാത്രി കുറെ ലേറ്റ് വരെ അയാൾ കേൾക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ഉസ്താദുമാര് പൈതൃക ഉസ്താദ് ജസാക്കുമുല്ലാഹ് ഉസ്താദ് കുറെ നേരമായി വന്നിരിക്കണു. ഉസ്താദ് മൈക്കെടുത്തോളൂ. ഞാൻ ഏതായാലും പോവുകയാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.